വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിദൂര വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കൂൾ കേരള സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നത് കാലാവധി കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, കാലാവധി കഴിഞ്ഞ ഡയറക്ടർ ഒപ്പിടേണ്ട കാര്യം എന്താണ്? കാര്യം അതായത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിദൂര വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സ്കൂൾ കേരള എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു അനധികൃത പുനർനിയമനം നൽകി എന്ന തരത്തിലേക്കുള്ള ആരോപണം വന്നു. അതിപ്പോൾ പ്രതിസന്ധിയാകുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പരാതിയായി ഉന്നയിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത് കാലാവധി കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഈ വിജ്ഞാപന പ്രകാരം 58 വയസ്സാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പ്രായപരിധി കഴിഞ്ഞിട്ടും എം ജനീഷ് കുമാർ എന്നയാൾ പദവിയിൽ തുടരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി. മാത്രവുമല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് പുനർനിയമനം നൽകിയെങ്കിലും ധനവകുപ്പ് ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെ പോസിബിൾ ആകും, അതിനകത്ത് എങ്ങനെ ഒരു ഒഫീഷ്യൽ നടപടിയാകും എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ ആശങ്കയായി ചോദിക്കുന്നത്. ഏതായാലും അന്നത്തെ അനധികൃത നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പരാതി. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയ അനധികൃത പുനർനിയമനമാണ് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി തുലാസിലാക്കുന്ന തരത്തിലേക്ക് അനധികൃത ഒപ്പിടലേക്ക് എത്തിക്കുന്നതാണ് പ്രശ്നം. എന്തായാലും പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.